ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനീസ് കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന വൈകുന്നേരത്തേക്ക് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോരുതേ. എന്നാൽ ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചിക്കൻ വട തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊരു ഏകദേശം 200 ഗ്രാം ചിക്കൻ കാണും. ശേഷം നമുക്കൊരു മീഡിയം സബോളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 കഷ്ണം ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബ്രെഡിന്റെ സൈഡിലത്തെ ഭാഗം എടുക്കേണ്ടതില്ല കേട്ടോ. ഇപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളും ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതുപോലത്തെ ഒരു സാധാരണ പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഇതുപോലത്തെ പാലിന്റെ കവറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ മതി. നിങ്ങളുടെ കയ്യിൽ പൈപ്പിൻ ബാഗ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഈ കവർ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കവറിന്റെ അറ്റത്തായി കത്രിക ഉപയോഗിച്ച് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വടയുടെ ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ശേഷം ഒരു ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ച് നല്ലതുപോലെ അടച്ചു കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്ത് ആദ്യം കോൺസ്റ്റാർച്ചിലിട്ട് അഥവാ നമ്മുടെ ചോളപ്പൊടിയില്ലേ അതിലാദ്യം ഒന്ന് മുക്കിയെടുക്കണം. ഞാനൊരു മുട്ട ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ടെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോ എല്ലാം ഇതുപോലെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോ അതിനായി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ചിക്കൻ വട വീതം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ചിക്കൻ വട റെഡിയാക്കി എടുക്കാം. നമ്മുടെ വടയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ വീട്ടിൽ മേടിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് അകമേ നല്ല സോഫ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.
അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക്